കഴിഞ്ഞ 25-നാണ് അടിമാലി കൂമ്പമ്പാറയിലുണ്ടായ മണ്ണിടിച്ചിലിൽ 8 കുടുംബങ്ങൾക്ക് വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ടത്. ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുകയും ഒരാൾക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു. ഈ സംഭവത്തിലേക്ക് നയിച്ച അപകടത്തിന് കാരണം ദേശീയപാത അതോറിറ്റിയുടെ വീഴ്ചയാണെന്നാണ് ജില്ലാ ഭരണകൂടം നിയോഗിച്ച വിദഗ്ധ സംഘത്തിന്റെ കണ്ടെത്തൽ. റോഡിൽ കരാറുകാരൻ അശാസ്ത്രീയമായി മണ്ണെടുക്കുകയും പാറ പൊട്ടിക്കുകയും ചെയ്തത് തടയുന്നതിൽ ദേശീയപാത അധികൃതർ വീഴ്ച വരുത്തി. അടിമാലിക്ക് സമാനമായി പലയിടത്തും അപകട സാധ്യതയുണ്ടെന്നാണ് കണ്ടെത്തൽ. അവിടെ കട്ട് ചെയ്തതിൽ ചെറിയ വീഴ്ചയുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് റിപ്പോർട്ടിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് അശാസ്ത്രീയമായിട്ടുള്ള ഒരു റോഡ് കട്ടിങ് അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട്. NHAIയിൽ പൂർണ്ണമായ ഒരു ഉത്തരവാദിത്വമുണ്ട്. മണ്ണിടിച്ചിലിനെ തുടർന്ന് 29 വീടുകൾക്കാണ് അപകട ഭീഷണി നേരിടുന്നത്. ഇവരെ പുനരധിവസിപ്പിക്കേണ്ടി വരും. ഇതിനുള്ള പൂർണ്ണ ചുമതല ദേശീയപാത അതോറിറ്റിക്കാണ്. അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ സംരക്ഷണ ഭിത്തി നിർമ്മിച്ച ശേഷമേ ഇവിടെ നിർമ്മാണങ്ങൾ നടത്തൂ. നിലവിൽ മണ്ണിടിഞ്ഞ ഭാഗത്തു നിന്ന് മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടില്ല. പുനരധിവാസവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചിലർ ബോധപൂർവ്വം ശ്രമിക്കുന്നുണ്ടെന്നും ജില്ലാ കളക്ടർ ആരോപിച്ചു. അത് ഇൻഷുറൻസ് കവറേജ് പര്യാപ്തമല്ലാതെ വരുന്ന സാഹചര്യത്തിൽ ആ കൂടുതൽ തുക NHAI വഹിക്കണം എന്ന് അന്നത്തെ മീറ്റിംഗിൽ തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെയാണ്. അവരുടെ വീഴ്ചയായതുകൊണ്ട് അവർ തന്നെ അതിന് പരിഹാരം കാണണമല്ലോ. അത് നിലവിൽ വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ടവരെ KSEBയുടെ ക്വാർട്ടേഴ്സുകളിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.